സുപ്രഭാതം എന്ന പ്രതിദിന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മോട് വചനം സംസാരിക്കുന്നത് സഹോദരൻ ജോസഫ് ആന്റണി അഷ്ടമിച്ചിറ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ മക്കൾ എന്നുള്ള പദവിയിൽ നാം ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒരു കാര്യത്തെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇവിടെ നാം കണ്ടല്ലോ, ആ വാക്യം അവസാനിപ്പിക്കുമ്പോൾ പൗലോസ് പറയുന്നത് എന്ന് നാം അറിയുന്നു. ഈ വലിയ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പ്രതികൂലമെന്ന് നമുക്ക് തോന്നുന്ന, പ്രതിസന്ധികളെന്ന് നമുക്ക് തോന്നുന്ന ഏത് വിഷയങ്ങളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന മാന്യ വ്യക്തികൾ പലരും പലതരത്തിലുള്ള വേദനകളിലൂടെ, ശോധനകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. മലാക്കിയുടെ പുസ്തകത്തിൽ, മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, അവൻ ഊതിക്കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് കടന്നു പോകുന്ന എല്ലാ ക്ലേശങ്ങളോടുള്ള ബന്ധത്തിലും നമ്മുടെ ദൈവത്തിന് പ്രത്യേകമായിരിക്കുന്ന ഒരു ഉദ്ദേശമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ദൈവ പൈതൽ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ ജാഗ്രതയോടെ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളിയും പൊന്നും ശുദ്ധീകരിക്കുന്ന ഒരു തട്ടാനെ പോലെ ദൈവം അവൻ്റെ സമീപത്തുണ്ട്. പൊന്ന് തീയിൽ ഉരുകുമ്പോൾ തട്ടാൻ്റെ കണ്ണുകൾ ഉരുകുന്ന പൊന്നിന്മേലാണ്. ഒരു പരിധിയിലേറെ ഉരുകിയാൽ പൊന്നുരുകി തീയിൽ വീണ് നഷ്ടമാകുന്നതിനാൽ വേണ്ടത്ര സമയം മാത്രമേ തട്ടാൻ അതിനെ തീയിൽ പിടിക്കുകയുള്ളൂ. നാം അത് മനസ്സിലാക്കണം. കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം അത് വായിക്കണം. അവിടെ നാം ഇങ്ങനെ അതിൻ്റെ ആകത്തുകയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് സഹിക്കാവുന്നതിലേറെ ഒരു മിനിറ്റ് പോലും നമ്മെ ശോധനകളുടെ തീയിൽ ദൈവം പിടിക്കുകയില്ല. വേണ്ടത്ര ഉരുകിക്കഴിഞ്ഞുവെന്ന് തട്ടാന് ബോധ്യം ലഭിക്കുന്നത് ഉരുകിയ പൊന്നിൽ തട്ടാൻ്റെ മുഖം പ്രതിഫലിച്ച് കാണുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം.
എന്തിനാണ് നമ്മെ ദൈവം കഷ്ടതകളിലൂടെ, ശോധനകളിലൂടെ കടത്തിവിടുന്നത്? ദൈവത്തിൻ്റെ ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യമെന്ന് പറയുന്നത്, നമുക്ക് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, റോമർ 8:29 നാം ഇങ്ങനെ കാണുന്നു: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് തീർക്കുന്നു എന്ന് നാം വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത്, ഇന്ന് നാം ജീവിച്ചിരിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം, നാളെ നമ്മുടെ കർത്താവ് വരുമ്പോൾ അവൻ്റെ രൂപത്തോട് അനുരൂപരായിട്ട് നമ്മെ അവൻ തീർക്കും. നാം എത്ര ഭാഗ്യമുള്ളവരാണ്! അതുകൊണ്ട് ദൈവമക്കളെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കട്ടെ. റോമാലേഖനം 8:28 അവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ എന്ന് നാം അറിയുന്നു. ആ വാക്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്കാകുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവമേ അവിടുത്തേക്ക് സ്തോത്രം, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കും. ഈ ചിന്തകളാൽ സ്വർഗത്തിലെ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.